നിങ്ങളുടെ തുമ്മലിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പോകുന്നത്. തുമ്മൽ ഇത് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തുമ്മൽ വന്നതല്ല, ഇത് ഞാൻ അല്ലാതെ തുമ്മിയതാണ്, ഉണ്ടാക്കി തുമ്മുക എന്നൊക്കെ പറയുന്നത് അതുപോലെ തുമ്മിയതാണ്. തുമ്മാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒന്നിലും രണ്ടിലും ഒന്നും നിൽക്കത്തില്ല, ഇങ്ങനെ തുമ്മിക്കൊണ്ടേയിരിക്കും. അത് കൂടുതലും രാവിലെയാണ് പ്രശ്നം. കാര്യം ഉറക്കമൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്താണ് തുമ്മൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ തുമ്മി നമുക്കുണ്ടാകുന്ന രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന് ഭയങ്കര തലവേദനയായിരിക്കും. രണ്ടെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് തുമ്മി അതങ്ങ് ശ്വാസം മുട്ടലിലേക്ക് മാറും. അപ്പം തുമ്മൽ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇന്ന് നമുക്ക് തുമ്മലിന് ഒരു പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള ഒരു 2 ഐറ്റം വെച്ച് നമുക്ക് തുമ്മലിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും. അപ്പം നമുക്ക് വേണ്ടുന്ന ആദ്യത്തെ സാധനം എന്ന് പറഞ്ഞാൽ താണ്ടെ ഇതാണ്. ഇതാർക്കെങ്കിലും മനസ്സിലായി ഇതെന്താണെന്ന്? ഇത് ഞങ്ങളുടെ നാട്ടിൽ മുഞ്ഞിണി എന്ന് പറയും, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് വെച്ച എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഇലയും തണ്ടുമാണിത്. പിന്നെ നമുക്ക് വേണ്ടുന്ന പ്രധാന ഐറ്റം എന്ന് പറഞ്ഞാൽ കൊച്ചുള്ളിയാണ്, ചെറിയ ഉള്ളി. അപ്പം ഈ 2 ഐറ്റം വെച്ച് എങ്ങനെ നമുക്ക് തുമ്മൽ മാറ്റാം എന്നൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതിൻ്റെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. ഒരു 3-4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ബാക്കി കാണിക്കാം. കൊച്ചുള്ളി നല്ലപോലെ വൃത്തിയായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ട് ഇതുപോലൊരു ഇടികല്ല് വേണം കേട്ടോ. നമ്മൾ ഇത് ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടുന്ന നമ്മുടെ മെയിൻ ഐറ്റം മുഞ്ഞിണി, അതായത് കമ്മ്യൂണിസ്റ്റ് വെച്ച ഇതിൻ്റെ കുറച്ച് തണ്ടും കുറച്ച് ഇലയെല്ലാം കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ കട്ടിയുള്ള തണ്ടൊന്നും വേണ്ട. നമ്മളിത് നല്ല വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ തണ്ടും കുറച്ച് ഇല, അതായത് ഒരു പിടി ഇലയും കൂടി ഇട്ട് നല്ല വൃത്തിയായിട്ട് ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം. നല്ല വൃത്തിയായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് മുഴുവനായിട്ട് എടുത്തൊരു ബോളിലേക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതൊരു ബോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തിട്ട് ഇത് കേട്ടോ പിഴിഞ്ഞെടുത്താൽ നമ്മുടെ ഉള്ളിയുടെ നീരും കമ്മ്യൂണിസ്റ്റ് വെച്ചയുടെ നീരോടാണ് ഈ ഇറങ്ങുന്നത്. അതാണ്ടേ, അപ്പോൾ ഇത്രത്തോളം നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തുമ്മൽ വരുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ മൂക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് ആദ്യം. അതിനുശേഷമാണ് ഈ തുമ്മൽ വരുന്നത്. അപ്പോൾ നമ്മൾ വേണ്ട ഇതുപോലൊരു കോട്ടൺ പഞ്ഞി എടുത്തതിന് ശേഷം ഇത് നമ്മുടെ ഈ പറഞ്ഞ ഇതിലേക്കൊന്ന് മുക്കി ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ മൂക്കിലേക്ക് ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട് വലിച്ചകത്തേക്ക് കയറ്റുക. അതുപോലെ തന്നെ ഒരു മൂക്ക് അടച്ചു പിടിച്ച് അകത്തേക്ക് കയറ്റുക. അതുപോലെ തന്നെ അടുത്ത മൂക്കും അടച്ചു പിടിച്ച് അകത്തേക്ക് കയറ്റുക. ഇപ്പം തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളിയുടെയും അതിൻ്റെ എല്ലാം കൂടെ ഒരു സ്മെല്ല് മൂക്കിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ട്. നമുക്ക് മൂക്ക് നല്ലപോലെ തുറക്കും. അപ്പം നമുക്ക് തുമ്മൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന പോലെ ഡെയിലി ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. ആഴ്ചയിൽ 1-2 തവണ മാത്രം ഇതൊന്ന് ചെയ്താൽ മതി, നിങ്ങളുടെ തുമ്മലിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കരുത്. കാര്യം അലർജി ഉള്ളവർക്ക്, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ ഗർഭിണികൾ, മുല കൂട്ടുന്ന കുട്ടികൾ, ഈ കുട്ടികളുള്ള അമ്മമാരൊന്നും ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ ഇത് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളിപ്പം കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഡോക്ടർമാരുടെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ.